വിദേശ പരാമർശ കേസിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ജോർജ് മുൻപും സമാനമായ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും തുടർച്ചയായി ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്നയാളാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. തന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പി.സി. ജോർജിന്റെ വാദം. സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, നാളത്തേക്ക് നീട്ടിയല്ലേ വിധി പറയാൻ? ധന്യ, തീർച്ചയായും ഈ കേസിൽ നാളെയായിരിക്കും വിധി പറയുക. ഇന്ന് രാവിലെ കോടതി ചേർന്നപ്പോൾ ഈ കേസ് പരിഗണനയിൽ എടുത്തിരുന്നു. പക്ഷേ പി.സി. ജോർജിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പിന്നീട് 12:45 കൂടി വീണ്ടും കേസ് പരിഗണിച്ചു. വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും തങ്ങളുടെ വാദങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പിന്നീടാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിൽ എടുക്കുന്നത്. കസ്റ്റഡിയിൽ നിലവിൽ തുടരേണ്ട ആവശ്യം, പി.സി. ജോർജ് കസ്റ്റഡിയിൽ തുടരേണ്ട ഒരു ആവശ്യം നിലവിൽ ഇല്ല എന്ന് പി.സി. ജോർജിൻ്റെ അഭിഭാഷകൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അത് ചോദ്യം ചെയ്യൽ, ഇതെല്ലാം തന്നെ പൂർത്തിയായതാണ്. വീണ്ടും ഒരു കസ്റ്റഡി വാങ്ങേണ്ട ആവശ്യം നിലവിൽ ഇല്ല, അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കേണ്ട ആവശ്യം നിലവിലില്ല എന്ന് ഈ പി.സി. ജോർജിൻ്റെ അഭിഭാഷകൻ പറയുകയും ചെയ്തു. പക്ഷേ അതേസമയം തന്നെ പ്രോസിക്യൂഷൻ പറയുന്നത് ജാമ്യത്തിലിറങ്ങിയാൽ സമാനമായ കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. മുമ്പും ഇത്തരത്തിൽ ഒരു പലതവണ ഇത്തരത്തിൽ ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ പി.സി. ജോർജ് സ്വീകരിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന് പോയപ്പോൾ ഹൈക്കോടതി തന്നെ ഇക്കാര്യം നിരീക്ഷിക്കുകയും ചെയ്തതാണ്. അത്തരത്തിലൊരാൾക്ക് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതേസമയം തന്നെ ഈ പി.സി. ജോർജിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് വിചാരണയിൽ കുറ്റം തെളിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കട്ടെ, ശിക്ഷിക്കട്ടെ എന്നാണ്. കാരണം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുക, അതിനുശേഷം വിചാരണയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ശിക്ഷാ നടപടികളിലേക്ക് കടക്കാം. ഒരു പൊതുപ്രവർത്തകരായാൽ സ്വാഭാവികമായും ഇത്തരത്തിൽ കേസുകളിൽ ഉൾപ്പെടും, അത് പതിവാണ്. ഇതും അതുപോലെ തന്നെയാണ് എന്നാണ് പി.സി. ജോർജിൻ്റെ അഭിഭാഷകൻ പറയുന്നത്. പ്രധാനമായിട്ടുള്ള കാര്യം പി.സി. ജോർജ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാകട്ടെ എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം ഈ പി.സി. ജോർജിൻ്റെ അഭിഭാഷകൻ ഉയർത്തി കാണിച്ചത് പി.സി. ജോർജിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യസ്ഥിതി മോശകരമാണ്. ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നുള്ള ഒരു വാദം പി.സി. ജോർജിൻ്റെ അഭിഭാഷകൻ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ ശക്തമായി പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് പരാതിക്കാരൻ്റെ അഭിഭാഷകൻ ഒരു പരാമർശം നടത്തി. അതായത് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരു പൊതുപ്രവർത്തകൻ സ്വാധീനിച്ചാൽ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു പരാമർശം പരാതിക്കാരൻ്റെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കേണ്ടേ എന്നുള്ള കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ പൂർത്തിയായ സ്ഥിതിക്ക് നാളെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വിധി പറയുക. ധന്യ. ശരി.